ഫ്രണ്ട്സ്, ഞാനിതൊരു ബ്രാൻഡിനെ പരിചയപ്പെടുത്തരാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ മുംബൈയിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ്. അത് പുറത്ത് നാട്ടിൽ എത്രത്തോളം അവൈലബിൾ ആണെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ ഞങ്ങളത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു 1.5 വർഷത്തോളമായി നമ്മൾ യൂസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് പ്രോട്ടീനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ കോഴിമുട്ട നാട്ടിൽ കൊടുക്കും. അതുപോലെ വെജിറ്റേറിയൻ ആണെങ്കിൽ പനീർ കൊടുക്കും. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പ്രോട്ടീൻ സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്. ഇവിടെ ഞങ്ങൾ മുട്ടയാണ് സാധാരണ പോലെ എല്ലാവരും പോലെ മുട്ട തന്നെയാണ് ഞങ്ങളും പ്രിഫർ ചെയ്തിരിക്കുന്നത്. അത് പുറത്തുനിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചിരുന്നത്. സാധാരണ കടയിൽ നിന്നൊക്കെ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് വാങ്ങിച്ച് ഞങ്ങൾ കഴുകി കഴിയുന്ന സമയത്ത് ബ്രൗൺ കളർ മുട്ടയെല്ലാം കൂടെ വൈറ്റ് കളറായി മാറിയിട്ട് ശരിക്കും ഒരു വൈറ്റിഷ് ടച്ചായി വന്നു. അതോടുകൂടി ഞങ്ങൾക്ക് ടെൻഷനായി. എങ്ങനെയാണ് അത് വിശ്വസിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുക? അത് ആക്ച്വൽ മുട്ടയാണോ കോഴിമുട്ടയാണോ? അങ്ങനെ കുറേ ഡൗട്ടുകൾ വന്നു. അങ്ങനെ കുറേ റിസർച്ചൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ ഫ്രണ്ട് സർക്കിളൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡിനെ പറ്റി മനസ്സിലായത്. അത് വേറൊരു ബ്രാൻഡല്ല, ഫാം മെയ്ഡ് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴിമുട്ടയുടെ ഒരു ബ്രാൻഡാണ്. ഇത് സർട്ടിഫൈഡ് ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ സർട്ടിഫിക്കേഷനൊക്കെ കിട്ടിയതാണ്. അവരെ ആനിമൽസിൻ്റെ ഒക്കെ കെയറിനെ സ്റ്റാൻഡേർഡ് ചെയ്യുന്ന ഒരു ഇതാണ്, ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് ഇതിൽ പറയുന്നത് അവർ പ്രൊഡക്റ്റ് ഈ ഒരു കോഴികളെ വളർത്തുന്നത് ഫ്രഷ് എയറിൽ നമ്മൾ നാട്ടിൽ കൂട്ടിലിട്ടിട്ട് വളർത്തുന്ന പോലെ ഒന്നും അല്ല എന്നാണ് പറയുന്നത്. ഫ്രഷ് എയറിൽ പുറത്ത് ഔട്ട്ഡോറിലാണ് ഒരു കോഴികളെയൊക്കെ വളർത്തുന്നത് പറഞ്ഞു. ഇത് ആക്ച്വലി ഞങ്ങൾക്ക് സാധാരണ കോഴിമുട്ടയുടെ നോർമൽ കോഴിമുട്ടയുടെ നാടൻ കോഴിമുട്ടയുടെ ടേസ്റ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഗുഡ് പ്രോഡക്റ്റ് ആണ്. അവരുടെ ഒരു പല ക്വാണ്ടിറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ. 6, 12, 24. ഞങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം പോയി വാങ്ങിച്ചതാണ്. ഹൈക്കോല് ഇവിടെ പവായി ഹൈക്കോല് കിട്ടുന്നതാണ്. 24 നമ്പേഴ്സ് ഉണ്ട് ഇതിൽ. അതുപോലെ ചെറിയ പാപ്ലെറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അവരെങ്ങനെയാണ് കോഴികളെ വളർത്തുന്നതിൻ്റെ കുറച്ച് ചെറിയ ഡിസ്ക്രിപ്ഷൻസ് വന്നിട്ടുണ്ട്. അത് ഹെൻസ് ലീവ്സ് ഇൻ ഔട്ട് ഓഫ് ബേക്കിംഗ് ഫ്രഷ് എയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പ്രൊഡക്ട്സ് ആണ്. അതായത് നല്ല നാടൻ മുട്ടയുടെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. അതേ സെയിം ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. കുട്ടികൾക്ക് കൊടുക്കാവുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇവിടെ മുംബൈയിൽ നിങ്ങൾക്ക് പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നാടൻ മുട്ടയുടെ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ പോലെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.